വെളിച്ചെണ്ണയോളം വിശ്വാസം മലയാളിക്ക് മറ്റൊരു പാചക എണ്ണയോടുമില്ല. കൂടെ വിശ്വസിക്കാൻ നമാസ്കോ എന്ന ബ്രാൻഡും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമാസ്കോ യൂണിറ്റിനു മുന്നിലാണ്. നമുക്ക് നമാസ്കോയെക്കുറിച്ച് കൂടുതൽ അറിയാം. ആദ്യം തന്നെ നമുക്കിതിന്റെ MD-യെ പരിചയപ്പെടാം. സർ, ഞാനിവിടെ ഒരുപാട് സ്ത്രീ തൊഴിലാളികളെ കണ്ടു. അവർ കൊപ്ര തുടച്ചു വൃത്തിയാക്കുന്നു. എന്താണിതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കർഷകരിൽ നിന്നും സംഭരിക്കുന്ന കൊപ്രയിലുള്ള കേടായ മുറികൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയും അതിനകത്ത് ബാക്കി വരുന്ന ഫംഗസിൻ്റെ അംശം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്രയധികം സ്ത്രീ തൊഴിലാളികൾ നമുക്ക് ആവശ്യമായി വരുന്നത്. ഇനി നമുക്ക് മില്ലിലെ ഓയിൽ പ്രോസസ്സിംഗ് കാണാം. ശുദ്ധീകരിച്ച കൊപ്ര ഈ ഒരാൾ പൊക്കമുള്ള കുഴിയിലേക്കിടുന്നു. ഇത് കൺവെയർ വഴി 4 അറകളുള്ള ഡ്രയർ റൂമിലേക്ക് പോകുന്നു. ഡ്രയർ റൂമിൽ നിന്നും കൺവെയർ വഴി ഏകദേശം 8 അടി താഴ്ചയുള്ള കൊപ്ര കട്ടറിലേക്ക് പോകുന്നു. അവിടെ നിന്നും ഈ കൊപ്ര കഷ്ണങ്ങളായി 5000 കിലോ കപ്പാസിറ്റിയുള്ള സെയിൽ ഓയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ആവശ്യത്തിനനുസൃതമായി വെർട്ടിക്കൽ കൺവെയർ വഴി ശാസ്ത്രീയമായ രീതിയിലുള്ള കൊപ്ര റോസ്റ്ററിലേക്ക് പോകുന്നു. ശേഷം 3 എക്സ്പെല്ലറിലേക്ക് കയറിയിറങ്ങി വെളിച്ചെണ്ണയും കൊപ്ര പിണ്ണാക്കും വേർതിരിക്കുന്നു. സർ, എനിക്ക് കൊപ്ര റോസ്റ്ററിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. ആദ്യകാലത്ത് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിച്ചിരുന്നത് പരമ്പരാഗത രീതിയിലുള്ള ചക്ക് ഉപയോഗിച്ചായിരുന്നു. ഇപ്പോൾ എക്സ്പെല്ലർ ഉപയോഗിച്ച് ആ പ്രൊഡക്ഷൻ വിപുലീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ ചെയ്തു വരുന്നത് റോസ്റ്റർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ്. റോസ്റ്റർ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തുകൊണ്ട് വരുന്ന വെളിച്ചെണ്ണയിൽ പരമാവധി അതിൻ്റെ ജലാംശം അതിൽ നിന്ന് ഞങ്ങൾ വറ്റിച്ചെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വെളിച്ചെണ്ണ കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ തനതായ നറുമണവും അതിന് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് നമാസ്കോയുടെ പാക്കിംഗ് സെക്ഷനിലേക്ക്. ഈ വലിയ ടാങ്ക് കണ്ടോ? ഇതിലാണ് വെളിച്ചെണ്ണ സംഭരിച്ചു വെക്കുന്നത്. 1.5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കാണിത്. ആധുനിക മെഷീനറി ഉപയോഗിച്ച് വളരെ ഹൈജീനിക്കായാണ് ഇതിന്റെ പാക്കിംഗ് സിസ്റ്റം. 1 ലിറ്ററിന്റെയും 1/2 ലിറ്ററിന്റെയും ബോട്ടിലിലേക്ക് ഈ മെഷീൻ ഉപയോഗിച്ച് വെളിച്ചെണ്ണ നിറയ്ക്കുന്നു. വെളിച്ചെണ്ണ പൗച്ചിലേക്ക് നിറയ്ക്കുന്ന മെഷീനും കാണാം. വലിയ ക്യാനിലും വെളിച്ചെണ്ണ നിറയ്ക്കുന്നത് കണ്ടോ? സർ, നിങ്ങളുടെ വെളിച്ചെണ്ണയ്ക്ക് മഞ്ഞ കളറാണല്ലോ. എന്താണ് ഇതിന്റെ കാരണം? 25 വർഷത്തിന് മുകളിലായി ഞങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. മണത്തിന് വേണ്ടി പ്രിസർവേറ്റീവോ കെമിക്കൽസോ ഒന്നും തന്നെ ഞങ്ങൾ ചേർക്കാറില്ല. റോസ്റ്റഡ് ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊപ്ര വറുത്തെടുക്കുന്ന ഒരു രീതിയാണ്. ഏതൊരു പ്രോഡക്റ്റും വറുത്തെടുക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ നിറം മാറും. പക്ഷേ വെളിച്ചെണ്ണയുടെ ഗുണം കൂടുതൽ കാലം നിലനിൽക്കാൻ ഇത് നമുക്ക് സഹായകരമാകും. സർ, എന്തൊക്കെയാണ് നിങ്ങളുടെ ഭാവി പരിപാടികൾ? നിലവിൽ ഞങ്ങളുടെ പ്രോഡക്റ്റ് സംസ്ഥാനത്തിനകത്തും പുറത്തും മാർക്കറ്റ് ചെയ്തു വരുന്നുണ്ട്. ഉടനെ തന്നെ എക്സ്പോർട്ടിങ്ങിനുള്ള പദ്ധതി ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഓൺലൈനിൽ കസ്റ്റമർക്ക് കിട്ടാനും സൗകര്യമൊരുക്കും. താങ്ക് യു സർ.
വെളിച്ചെണ്ണ മലയാളിക്ക് പാചക എണ്ണ മാത്രമല്ല, അതൊരു വിശ്വാസമാണ്. ശിശുവിന്റെ മേനിയിൽ വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിക്കുമ്പോൾ തുടങ്ങുന്ന വിശ്വാസം, വാർദ്ധക്യത്തിലെ എണ്ണ തേച്ചു കുളി വരെ നീണ്ടു നിൽക്കുന്ന വിശ്വാസം, നമാസ്കോയിലൂടെ നമ്മൾക്ക് അനുഭവിക്കാം ആ സ്നേഹവും ആ വിശ്വാസവും. നമാസ്കോ ട്രേഡ്സ് ആൻഡ് എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, പാച്ചപ്പൊയ്ക, കൂത്തുപറമ്പ്, കണ്ണൂർ.